നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4. അങ്ങനെ ഇന്ന് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലും ഇലക്ഷന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ചൂട് പിടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ശക്തമായ നേട്ടം കൈവരിക്കുവാനായെങ്കിലും ഒരു പരിധി വരെയുള്ള നേട്ടങ്ങൾ ചോർന്നു പോവുകയുമുണ്ടായി. എങ്കിലും കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷം നിഫ്റ്റിക്ക് വീണ്ടും 24,100 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. എങ്കിലും ഇന്ന് 24,290 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി നിഫ്റ്റി ഇന്ന് 121 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി കൺസോളിഡേറ്റ് ചെയ്ത് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ സെൻസെക്സിന് 355 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് ഫ്ളാറ്റ് ആയിട്ടാണെങ്കിലും 15 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1959 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം 1040 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. അദാനി എന്റർപ്രൈസസ്, ഐഷ മോട്ടേഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ ശക്തമായ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഭാരതി എയർടെൽ, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, ONGC, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ മെറ്റൽ, റിയാലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ഫാർമ തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതേസമയം IT, മീഡിയ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതേസമയം ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഇന്ന് തരക്കേടില്ലാത്ത പ്രകടനവും കാഴ്ചവെക്കുവാനായി. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.5% നേട്ടവും കൈവരിക്കുവാനായി. എങ്കിലും ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 16 പൈസയുടെ നഷ്ടത്തോടുകൂടി 95.08 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. തമിഴ്നാട്ടില് കലാതിഥിമാരൻ രൂപം കൊടുത്ത സൺ TV നെറ്റ്വർക്സിൽ ഇന്ന് 8% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇതിലേക്കും പ്രധാനമായും സ്റ്റോക്കിനെ നയിച്ചത് നടൻ വിജയ് നയിക്കുന്ന TVK മുന്നണി തമിഴ്നാട് സ്റ്റേറ്റ് ഇലക്ഷനിൽ ലീഡ് ചെയ്തതാണ്. വോഡഫോണിന്റെ AGR ഡ്യൂസുമായി ബന്ധപ്പെട്ട് 27% വെട്ടിക്കുറയ്ക്കലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടത്തിയതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിന് 4%-ലേറെ നേട്ടവും കൈവരിക്കുവാനായി. മുൻപ് നമ്മൾ കണ്ട പോലെ ഇന്ന് ഇന്ത്യയിൽ 4 സ്റ്റേറ്റിലും കൂടാതെ ഒരു യൂണിയൻ ടെറിട്ടറിയിലും സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ടുകൾ വരുന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആകെ നിർണായകമായിരുന്നത് വെസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട് തന്നെയായിരുന്നു. ഇന്ന് വെസ്റ്റ് ബംഗാളില് NDA സഖ്യം ലീഡ് ചെയ്തതിനാൽ തന്നെ വെസ്റ്റ് ബംഗാളിലും ഈസ്റ്റേൺ റീജിയനിലും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള ബസാർ സ്റ്റൈൽ റീറ്റെയിലിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 8% ഉയർച്ചയും അനുഭവപ്പെട്ടു. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് NDAയുടെ പ്രകടന പത്രികയിൽ അവർ ഭരണത്തിൽ വരികയാണെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീജനങ്ങൾക്കും തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 3,000 രൂപ വീതം നൽകുമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് NDA സഖ്യം വെസ്റ്റ് ബംഗാളിൽ ലീഡിംഗ് രേഖപ്പെടുത്തിയപ്പോൾ അവരുടെ ഗവൺമെന്റ് വരികയാണെങ്കിൽ എല്ലാ മാസവും 3,000 രൂപ സ്ത്രീകൾക്കും അതുപോലെ തന്നെ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് നൽകുന്നതിനാൽ തന്നെ ആ പണം മാർക്കറ്റിൽ സൃഷ്ടിച്ചേക്കാവുന്ന പ്രതിഫലനത്തിനുള്ള പ്രതീക്ഷ തന്നെയാണ് ഇന്ന് സ്റ്റോക്കില് ശക്തമായ ഉയർച്ചയ്ക്കും ഇടയാക്കിയത്. കൂടാതെ വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായ സെൻകോ ഗോൾഡ്, CESE, ഇമാമി തുടങ്ങിയ സ്റ്റോക്കുകളിൽ 10% ഉയർച്ച ഇന്ന് NDA സഖ്യം തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ബംഗാളിൽ ലീഡ് ചെയ്തതിനെ തുടർന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. കൊമോഡിറ്റി ഡെറിവേറ്റീവ് നിക്ഷേപങ്ങൾ അനുവദിക്കുന്നതിന് RBIയും IRDAIയും അനുകൂലമല്ലെന്ന് ഇന്ന് സെബി പറഞ്ഞു. ഇതിനെ തുടർന്ന് MCXന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 3.5% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനിടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായി തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻസ് റിസൾട്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും ഇടയാക്കിയത്. അതായത് നിലവിൽ NDA സഖ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആസാമും കൂടാതെ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന വെസ്റ്റ് ബംഗാൾ അവർക്ക് പിടിച്ചെടുക്കാനായതും സെൻട്രൽ ഗവൺമെന്റിന്റെ മുകളിലുള്ള മാർക്കറ്റിന്റെ ആത്മവിശ്വാസം വീണ്ടും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. എന്നാൽ അതേസമയം നിലവിൽ വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇന്ന് കേന്ദ്ര സർക്കാർ പാർട്ടിക്ക് സ്റ്റേറ്റ് ഇലക്ഷനിൽ നേടാനായ നേട്ടത്തിന്റെ പ്രതിഫലനം മാർക്കറ്റിന് അധിക സമയം ഹോൾഡ് ചെയ്യുവാനുമായില്ല.
ആദ്യത്തെ അരമണിക്കൂറിന് ശേഷം മാർക്കറ്റിന് കൈവരിക്കുവാനായ ശക്തമായ നേട്ടം പിന്നീട് ചോർന്നു പോകുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. ഈ ഒരു കാരണത്താൽ കഴിഞ്ഞ വീക്കെൻഡില് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഡെവലപ്മെന്റ്സുകൾ വന്നതിനെ തുടർന്ന് അത് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവുണ്ടാക്കിയിരുന്നു. ഇന്ന് മാർക്കറ്റിന്റെ തുടക്കത്തിലും ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5% ഇടിവും അനുഭവപ്പെട്ടു. പിന്നീട് ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഇടിവും കൂടാതെ കഴിഞ്ഞ വീക്കെൻഡില് US മാർക്കറ്റില് S&P 500നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും കൂടാതെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ തായ്ലൻഡ് മാർക്കറ്റിന് ഇന്ന് അവധിയായിരുന്നു. ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും ഇതിനു പുറമെ ഇന്നലെയും ഇന്നുമായിട്ട് ഏപ്രിൽ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റ പല കമ്പനികളും പുറത്തുവിടുകയുണ്ടായി. സ്ട്രോങ് ആയിട്ടുള്ള ഡാറ്റകളാണ് പല കമ്പനികളും റിലീസ് ചെയ്യുകയും ഉണ്ടായത് ഏപ്രിൽ മാസത്തെ. തൽഫലമായി ഇന്ന് നിഫ്റ്റി ഓട്ടോയ്ക്കും 2% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനായതും കൂടാതെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ കൂടിയിട്ടും അതായത് യുഎസിന്റെ നേതൃത്വത്തിൽ എല്ലാ ലോകരാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഹോർമസ് കടലിടുക്കിലൂടെ കടന്നു പോകാനായിട്ടുള്ള സുഗമമായിട്ടുള്ള സെക്യൂരിറ്റി ഏർപ്പെടുത്തുമെന്നുള്ള പ്രസ്താവന വന്നു. ഇതിനെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ ആശങ്കയിൽ നേരിയ അയവും അനുഭവപ്പെട്ടു. എങ്കിലും നിലവിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈൻസ് സ്ഥാപിച്ചിട്ടുള്ളതിനാൽ തന്നെ എത്രത്തോളം പ്രായോഗികമാകും യുഎസിന്റെ പ്രഖ്യാപനം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായതും എന്നാൽ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗും കൂടാതെ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ NDAക്ക് വെസ്റ്റ് ബംഗാളിൽ ഉൾപ്പെടെ ലീഡ് ചെയ്യാൻ സാധിച്ചെങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നതിനാലും കൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും US ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടി വന്നതും പിന്നീട് ഓയിലിന്റെ വിലയിൽ 1% ഉയർച്ചയും അനുഭവപ്പെട്ടതും ഇന്നത്തെ മാർക്കറ്റിന്റെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോകുവാനും ഇടയാക്കി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റില് നിലവില് ഡോ ജോൺസ് ഫ്യൂച്ചർ 0.25% അഥവാ 394 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 1.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റ് 1%-അടുത്തും നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏകദേശം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ 1%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന എണ്ണയുടെ വിലയിൽ ഏകദേശം 10 മിനിറ്റുകൾ കൊണ്ട് നിലവിൽ 5%-ഓളം ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. അതായത് ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 5%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4.25%-ലേറെയും ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $113.26 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. കൂടാതെ ക്രൂഡ് ഓയിലിന്റെ വില $106.93 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 1.5%-ലേറെ അഥവാ $75 ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വില $4,537.34 പെർ ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഏഷ്യൻ വെയർഹൌസിംഗ് ജയ്പൂരിലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 4060 മെട്രിക് ടൺ ഭക്ഷണധാന്യങ്ങൾക്കായിട്ടുള്ള വെയർഹൌസിംഗ് സേവന കരാർ കമ്പനിക്ക് ലഭിച്ചു. ആൽഫ ട്രാൻസ്ഫോമേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ വിതരണം ചെയ്യുന്നതിനായി TP സെൻട്രൽ ഒഡീഷ്യ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡിൽ നിന്ന് 3.8 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. സോമനി സെറാമിക്സ് 4 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചു. വോഡഫോൺ ഐഡിയ 35,000 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യാനായിട്ടുള്ള ചർച്ചകളിൽ കമ്പനി ഏർപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മാത്രമല്ല SBI ആയിരിക്കും ഏറ്റവും വലിയ ലെൻഡറായിട്ട് മാറുക എന്നുള്ള റിപ്പോർട്ട്സും ഇതിനോടുകൂടി തന്നെയുണ്ട്. ഹീറോ മോട്ടോർ കോർപ്പ് 2026 മെയ് 21 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തില് ശ്രീ സച്ചിൻ അഗർവാളിനെ കമ്പനിയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് നിയമിച്ചു. BHEL പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റില് 156% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1290.47 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 37% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 1 രൂപ 40 പൈസ പെർ ഷെയർ എന്ന നിലയിൽ ഫൈനൽ ഡിവിഡന്റും കമ്പനി പ്രഖ്യാപിച്ചു. സഹയാദ്രി ഇൻഡസ്ട്രീസ് എമേർജ് സോളാർ 1 പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 7.1% വരുന്ന ഓഹരികൾ സ്വന്തമാക്കുവാനായിട്ട് ഷെയർ സബ്സ്ക്രിപ്ഷനും ഷെയർ ഹോൾഡർമാരുടെയും കരാറില്
കമ്പനി ഒപ്പുവെച്ചു. അംബുജ സിമെന്റ്സ് ക്വാർട്ടർ 4 റിസൾട്ടില് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 856 കോടി രൂപയിൽ നിന്നും 569 കോടി രൂപയിലേക്ക് ഇത്തവണ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം റവന്യൂവില് 9% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ സെയിൽസ് വോളിയത്തില് 10% വർധനവും രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 70% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 649 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 63% വർധനവും രേഖപ്പെടുത്തി. ബജാജ് ഓട്ടോ ഏപ്രിൽ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ കമ്പനി റിലീസ് ചെയ്തു. ടോട്ടൽ സെയിൽസില് 40%, ഡൊമസ്റ്റിക് സെയിൽസില് 13%, എക്സ്പോർട്സില് 83% വർധനവ് രേഖപ്പെടുത്തി. ജ്യോതി ലാബ്സ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 12.3% ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം റവന്യൂവില് 7.7% വർധനവും രേഖപ്പെടുത്തി. ആദിത്യ ബിർള ക്യാപിറ്റൽ പ്രോഫിറ്റില് 31% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1129 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.